നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ് കൈത്തറി വസ്ത്രം അല്ലേ. അപ്പോൾ ഒരുപാട് വീഡിയോസും അല്ലെങ്കിൽ ഒരുപാട് കടകളും നമ്മൾ കുത്താമ്പുള്ളിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ കൈത്തറി വസ്ത്രങ്ങളൊക്കെ നെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂർത്തി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ എൻ്റെ പൊന്നെ, ഇവിടെ അവിടെ ഇവിടെ എല്ലായിടവും ഫുള്ള് കൈത്തറി വസ്ത്രങ്ങളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഇത്രയേറെ കൈത്തറി വസ്ത്രങ്ങൾ ഒരു ജോലി ആയിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. കാരണം എല്ലാ വീടുകളിലും എനിക്ക് തോന്നുന്നു അവരുടെ ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ കൈത്തറി എന്ന് പറയുന്നത്. കാരണം എല്ലാ വീടുകളിലും അവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, അതായത് എങ്ങനെയാണ് ഒരു പുടവ അല്ലെങ്കിൽ ഒരു വസ്ത്രം നെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് കന്ദസ്വാമി ചേട്ടനെയും മൂർത്തി ചേട്ടനെയും കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ അതാ ഇങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ വഴിയെ ഇങ്ങനെ സഞ്ചരിച്ച് പോകാം. നല്ല ശാന്തമായ ഒരു സ്ഥലമാണ് കേട്ടോ, വലിയ ബഹളമൊന്നുമില്ല. കാരണം നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പം ഈ കൈത്തറിയുടെ ഒരുപാട് കടകളുണ്ട് ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട്. നമ്മളിങ്ങനെ കുടകളൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ചേട്ടന്മാർ വാ കയറ് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ ഏത് കടയിൽ കയറണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എല്ലാ സൈഡിലും ഓരോ കടകളുടെ ബോർഡ് വെച്ചേക്കാണ് കേട്ടോ. ഒന്നോ രണ്ടോ കടകളല്ല, എണ്ണിയാൽ തീരുന്നതിനപ്പുറത്തേക്കുള്ള കടകളുണ്ട്. അപ്പം മൂർത്തിച്ചേട്ടൻ്റെ വീടൊക്കെ അടുക്കാറായി. ഇനി മൂർത്തിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിട്ട് കന്ദസ്വാമി ചേട്ടനും അവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. കല്യാണപ്പുടവ, അതായത് ടിഷ്യൂല് സെറ്റ് ചെയ്യുന്നതല്ലേ ഇത്, നമ്മുടെ കസവ് ഒരു ടിഷ്യൂ സാരി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു എത്ര മീറ്റർ, ഇപ്പം 5.5 മീറ്ററാണ് ഒരു സാരി, 5.5-6 വരെയൊക്കെ വരും. അപ്പോൾ ഇതാ ഈ കടകൾ നൂല് കണ്ടോ, ഇത് 6 സാരിക്കുള്ള നൂല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൊത്തം നൂലൂടെ 38 മീറ്റർ കോട്ടൺ നൂലാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ കന്ദസ്വാമി ചേട്ടന്റെ വീട്, കറക്റ്റ് സ്ഥലം ഇത് ചേട്ടന്റെ കുത്താമ്പള്ളിയിൽ ഏതാ കറക്റ്റ് പ്രോപ്പർ ലാൻഡ്മാർക്ക് പറഞ്ഞു കൊടുക്ക്. ഇത് അമ്പലത്തിന്റെ കുത്താമ്പള്ളി അവസാനം ഇപ്പൊ കുത്താമ്പള്ളി ഒരു അമ്പലമുണ്ട്, അതിനോട് ചേർന്നിട്ട് കന്ദസ്വാമി ചേട്ടന്റെ വീട് ചോദിച്ചാൽ പറഞ്ഞു തരും. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കല്യാണ പുടവയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാതെ ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ള മയിലെങ്കിൽ മയില്, അല്ലെങ്കിൽ മാങ്ങ ഡിസൈൻ എങ്കിൽ മാങ്ങ, നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പറഞ്ഞു കൊടുത്താൽ സെറ്റ് ചെയ്ത് തരും. അപ്പം നമ്മുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നല്ല നല്ല സാരികൾ പ്രത്യേകിച്ച് കൈത്തറിയിൽ നെയ്തെടുക്കാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും വലിയ തുച്ഛം വിലയൊന്നുമില്ല, പക്ഷെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാട്ടോ ഇത്. ഇതില് 2000 എണ്ണം ഉണ്ട്, 2500 ഉണ്ട്, ഇതിൽ 5000 എണ്ണം ഉണ്ട്. ഇതിന്റെ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഈ ഓരോ വരിയും ഒരു എണ്ണാണ്, അതിന്റെ കണപ്രകാരമാണ്. ഇതിന്റെ ഓരോ കണപ്രകാരം 20 നൂറ് ഉണ്ടാവും. അതിങ്ങനെ വരിക്കനെ ഈ 2500 ആയിട്ട് ഈ 2 ഇഴ എടുത്ത് ഇങ്ങനെ കോർസിറ്റ് ചെയ്ത് ഒരു എണ്ണം തെറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആ ഡിസൈനിന്റെ തെറ്റും. ആ ഡിസൈൻ ഒരു ഓട്ടോ പോലെ വരും, അവിടെ ലൈൻ പോലെ വരും. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഡാമേജ് ആണെന്ന് പറയും. ഇത് ഡാമേജ് സാരിയാണല്ലോ, അതുപോലെ ഇത് തെറ്റാണ്ടിട്ടാൽ മാത്രമേ ആ ഡിസൈൻ കറക്റ്റ് വരുള്ളൂ. ഇത് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ 1 വർഷമൊക്കെ ഉപയോഗിക്കാം, ഒരു പൊട്ടുന്ന വരെ ഉപയോഗിക്കാം. ഇത് എപ്പോഴെപ്പോഴും ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ആ ഡിസൈൻ മാറുന്നതൊക്കെ പിന്നെ കാർഡ് ഞാൻ പറഞ്ഞ കാർഡ് മാറ്റി നമുക്ക് ഏത് ഡിസൈൻ വേണം. ഇപ്പൊ ഞങ്ങളുടെ ഡിസൈൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് പ്രിന്റിങ് അടിച്ച് കാർഡ് ഉണ്ടാക്കി അതിലടിക്കാം. അത് ഉണ്ടാക്കാം, ലേബിൾ കാണിച്ചാൽ അതുപോലെ നിങ്ങൾക്ക് എടുക്കാം. എന്നാൽ ഡിസൈൻ എടുക്കാൻ മാത്രമാണ് ചിലവ്. ആ ഡിസൈൻ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എത്ര എണ്ണം കാണിച്ചാലും ഇടാം. ആ ഒരു ഡിസൈൻ എടുക്കണം വെച്ചാൽ അത് എത്രയും വലിയ ഡിസൈൻ ആവുമല്ലോ അതിനനുസരിച്ചാണ്. നമുക്ക് 2 ഇഞ്ച് വീതിയിൽ ഡിസൈൻ എടുക്കണമെങ്കിൽ 1500 രൂപ ചിലവാകും. 2 ഇഞ്ച് വീതിയിൽ, 2 ഇഞ്ച് വീതി, 2 ഇഞ്ച് നീളം, 3.25 ഇഞ്ച് നീളം, 2 ഇഞ്ച് വീതിയിൽ 1500 രൂപ ചിലവാകും. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കാർഡ് കേടുവന്നായിരിക്കും നമുക്ക് ആ ഡിസൈൻ. അത് 100 സാരി വഴിക്കും ആ കാർഡ് ഇടാം. 1500 ചെലവാക്കിയ. പിന്നെ ഇത് അതേപോലെ നമുക്ക് നെയ്യുന്നതനുസരിച്ച് 1 കൊല്ലം 2 കൊല്ലം പണിയെടുക്കുന്നത് പോലെ ഈ നൂല് പൊട്ടുന്ന വഴിക്കും ഇത് ഉപയോഗിക്കാം. അത് മാത്രം നൂല് മാത്രം 6 സാരിക്ക് അവകാശം ചെയ്യുന്നിട്ട് ജോയിന്റ് ആക്കണം.
ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. ഇത് ഫുള്ളിനി സെറ്റ് ചെയ്യുന്നത് നമ്മുടെ മൂർത്തിച്ചേട്ടനാണ്. അപ്പൊ മൂർത്തിച്ചേട്ടൻ എത്ര വർഷമായി ഈ ഒരു? വന്നിട്ട് 25 വർഷം. 25 വർഷമായി. ഇപ്പം ഏകദേശം എത്ര ചേല കല്യാണപ്പുടവ് മാത്രം ഇപ്പൊ എത്ര എണ്ണം ചെയ്തിട്ടുണ്ടാവും? വർഷം നമ്മളൊരു മാസം എന്തായാലും ഒരു 12 എണ്ണം ചെയ്യും. കല്യാണ സാരി മാത്രം കല്യാണ സാരി മാത്രമേ ഒരു 12 എണ്ണം 10 എണ്ണം എടുക്കാം എന്തായാലും ഒരു മാസത്തില്. 100 എണ്ണം ഒരു വർഷത്തിൽ എന്തായാലും ഉണ്ടാവും. അങ്ങനെ കണക്ക് കൂട്ടാം. പിന്നെ 4 ദിവസം ആവുമ്പോ മാസത്തിനാവുമ്പോ 8 10 ലീവുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നമുക്ക് ഇവിടെ കറുത്ത ദിവസം പ്രത്യേക ലീവാ. നമുക്ക് നമ്മുടെ അടുത്ത് ഉള്ള ഡിസൈനാണ്. ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ കുറെ ഡിസൈൻ കാണാൻ പറ്റും. ഇപ്പൊ ഞങ്ങള് 4 ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കും. ഇതുപോലെ കുത്താമ്പുള്ളി കേന്ദ്രങ്ങളില് 100 കടകളുണ്ട്. 100 ആളും 4 ഡിസൈൻ ഉണ്ടാക്കുമ്പോ 400 ഡിസൈൻ ആവും. അത് സാപ്പിലേക്ക് എത്തും. നമ്മുടെ ആവുമ്പോ നമ്മൾക്കുള്ള ഡിസൈൻ മാത്രം 4 ഉണ്ടാവുള്ളൂ. അതെ 100 ആൾക്കാർ ഒരു സാപ്പിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോ 400 ഉണ്ടാവും. അപ്പൊ ആ ഒരു 400 ഡിസൈനാണ്. നമ്മുടെ നിലവിലുള്ളത് മയിലുണ്ട്, ഫോണിലുണ്ട്, മയിലുണ്ട്, മയില് മരത്തിന്റെ ഒരു ഡിസൈൻ ഉണ്ട്, റൗണ്ട് പോലത്തെ. ഇപ്പൊ നിലവില് ഇവര് ചെയ്തു കൊടുക്കുന്ന ഡിസൈനാണ് ഇതൊക്കെ. ഇതൊരു ഡിസൈനാണ്. പിന്നെതാ ഇത് പൂക്കള്, ടെമ്പിള്, ഇതൊരു ഡിസൈൻ. ഇത് ടിഷ്യൂ സാരിയല്ലേ നമ്മള് ചെയ്യുന്നത്? ഇതൊക്കെ ഇത്രയും ഡിസൈൻ നമ്മൾ നിലവിലൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുത്താമ്പുള്ളിയിലെ വിശേഷങ്ങൾ. നല്ല കൈത്തറി വസ്ത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നമുക്ക് ഇവിടേക്ക് എത്താം. ഒപ്പം കുറേ നല്ല കാഴ്ചകളും കണ്ടു മടങ്ങാം. അപ്പോൾ ബൈ ബൈ.